നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഉലക നായകൻ കമലഹാസനെതിരെ പരാതിയുമായി ചലച്ചിത്ര നിർമ്മാതാക്കൾ. തിരുപ്പതി പ്രദേശ് ചലച്ചിത്ര നിർമ്മാണ കമ്പനി ഉടമകളായ സംവിധായകൻ ലിംഗുസ്വാമിയും സുഭാഷ് ചന്ദ്രബോസുമാണ് നടനെതിരെ രംഗത്തെത്തിയത്. 2015 പുറത്തിറങ്ങിയ ഉത്തമ വില്ലൻ എന്ന ചിത്രം വലിയ കടക്കണിയാണ് ഉണ്ടാക്കിയതെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. നടൻ കമലഹാസനെതിരെ പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ പരാതി നൽകിയതായി റിപ്പോർട്ട്. ഉത്തമ വില്ലൻ എന്ന ചിത്രത്തിൽ ഇവർ മൂവരും ഒരുമിച്ച് പ്രവർത്തിച്ചു. ഈ ചിത്രം നഷ്ടമായപ്പോൾ ഉണ്ടായ കടം തങ്ങളുടെ മാത്രം ബാധ്യതയാക്കിയെന്നാണ് തിരുപ്പതി ബ്രദേഴ്സിന്റെ ആരോപണം. കമലിന്റെ ഭാഗത്തു നിന്നുള്ള കരാർ ലംഘനമാണ് നടന്നത് എന്നാണ് പരാതി പറയുന്നത്. ഉത്തമ വില്ലൻ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടതിന് ശേഷം പ്രൊഡക്ഷൻ ഹൗസുമായി ചേർന്ന് 30 കോടി ബജറ്റിൽ മറ്റൊരു സിനിമയിൽ പ്രവർത്തിക്കുമെന്ന് കമൽ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ അത് പാലിച്ചില്ലെന്ന് ലിംഗുസ്വാമി അവകാശപ്പെട്ടിരുന്നു. ഉത്തമ വില്ലൻ സ്ക്രിപ്റ്റ് കമൽ ഒന്നിലധികം തവണ മാറ്റിയെന്ന് ലിംഗുസ്വാമി ആരോപിച്ചിരുന്നു. ദൃശ്യത്തിന്റെ റീമേക്കിനായാണ് തിരുപ്പതി ബ്രദേഴ്സ് കമൽഹാസനെ സമീപിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം മറ്റൊരു നിർമ്മാതാവിനെ കൊണ്ടാണ് ചിത്രം ചെയ്യിച്ചതെന്നും ലിംഗുസ്വാമി ആരോപിച്ചിരുന്നു. ഞങ്ങളെ വലിയ കടക്കണിയിൽപ്പെടുത്തിയ ചിത്രം ഉത്തമ വില്ലനാണെന്ന് ലിംഗുസ്വാമി പറഞ്ഞു. എന്നാൽ കലാകാരൻ എന്ന നിലയിൽ തനിക്ക് കമലിനെ ഇന്നും ബഹുമാനമാണ് എന്നും ലിംഗുസ്വാമി പറഞ്ഞു. ഈ വീഡിയോകൾ വിവാദമായതിന് പിന്നാലെ തിരുപ്പതി ബ്രദേഴ്സ് വിശദീകരണ കുറിപ്പ് ഇറക്കിയിരുന്നു. കമൽഹാസന്റെ രചനയിൽ രമേശ് അരവിന്ദ് സംവിധാനം ചെയ്ത സിനിമയാണ് ഉത്തമ വില്ലൻ. ബ്രെയിൻ ട്യൂമർ ബാധിച്ച ഒരു പ്രശസ്ത നടന്റെ കഥയാണ് ചിത്രം പറയുന്നത്. മരിക്കുന്നതിന് മുമ്പ് തന്റെ ജീവിതത്തിലെ മികച്ച സിനിമ ചെയ്യാൻ ഇറങ്ങുന്ന താരത്തിന്റെ ജീവിതമാണ് സിനിമയിൽ കാണിച്ചത്. ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു.